ഡൽഹിയിൽ നിന്ന് കാണാതായ ചില റോഹിംഗ്യകളുമായി ബന്ധപ്പെട്ട ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിനിശ്ചിതമായ വിമർശനം ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഉണ്ടായത്. ഈ ചിലർ രാജ്യത്ത് നുഴഞ്ഞു കയറുകയാണ്. അങ്ങനെ കയറുന്നവർ പിന്നീട് അവർ ഇന്ത്യയിലെ നിയമങ്ങളും മറ്റും തങ്ങൾക്ക് അവകാശമുണ്ട്, അത് തങ്ങൾക്ക് ബാധകമാണെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന റോഹിംഗ്യകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ചുവന്ന പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കണമോ എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഉത്തരേന്ത്യയിൽ ചില അതിർത്തി മേഖലകളിലൂടെ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അവർ ഈ ടണലും മറ്റും, അതായത് ഈ ടണൽ കുഴിച്ച അതിലൂടെയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരിക്കൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവർ അവർ ഇന്ത്യയുടെ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമാണ്, ഇന്ത്യൻ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ തങ്ങൾക്ക് ലഭിക്കണം എന്നൊക്കെ ആണ് പറയുന്നത്. ഇത് അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിരവധി പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവരിൽ പലരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അവരുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഈ അവകാശങ്ങളുണ്ട്. അവർക്ക് കുട്ടികൾക്ക് ലഭിക്കേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളുമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവർക്ക് നൽകണമോ എന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും റോഹിംഗ്യകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസായി വന്നതിന് ശേഷം, ചുമതലയേറ്റതിന് ശേഷം ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏറ്റവും നിശ്ചിതമായ പരാമർശം, നിശ്ചിതമായ വിമർശനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഡിസംബറിൽ പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ പോകുന്നവർ, അതായത് ഇങ്ങനെ ഈ കാണാതായ ഈ മടങ്ങിപ്പോകുന്നവരെ ഇവിടെ എത്തി അവരെ ഈ ഏജൻസികളും മറ്റും തിരിച്ചയക്കുകയാണെങ്കിൽ അവരെ എന്തിനു തടയണമെന്നാണ് സുപ്രീം കോടതി ഇന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. റോഹിംഗ്യകളെ സംബന്ധിച്ചിടത്തോളം, റോഹിംഗ്യകളുടെ കേസ് നടത്തുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.